തീരുവകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും വിദേശ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ട്രംപ് ഭരണകൂടം പുതിയൊരു പ്രഖ്യാപനവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾക്കെതിരെയുള്ള കരസേന യുദ്ധത്തിലും ഇനി അമേരിക്ക കടക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. ട്രംപ് ഭരണകൂടത്തിന്റെ നിർവചനത്തിലുള്ള മോശക്കാർക്കെതിരെയാണ് വാഷിംഗ്ടൺ ഈ തീവ്ര നടപടികൾക്ക് ഒരുങ്ങുന്നത്. ട്രംപിന്റെ കീഴിൽ യുഎസിന്റെ മയക്കുമരുന്ന് വേട്ട കൂടുതൽ മാരകമായി മാറിയിരിക്കുകയാണ്. സെപ്റ്റംബർ മുതൽ വെനസ്വേലയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മയക്കുമരുന്ന് ബോട്ടുകൾക്കെതിരെയുള്ള 20ഓളം ആക്രമണങ്ങളാണ് യുഎസ് സൈന്യം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ എല്ലാം തന്നെ ഏകദേശം 80 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ട്രംപ് പ്രഖ്യാപിച്ച അടുത്ത ഘട്ടം വെനസ്വേലൻ പ്രദേശത്തിനുള്ളിലെ ഒളിത്താവളങ്ങൾ, കോട്ടേജുകൾ, ക്യാമ്പുകൾ എന്നിവയെ ലക്ഷ്യമിടുമെന്നുണ്ടെന്നും സൂചനയുണ്ട്. നിലവിലെ ആക്രമണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഭരണകൂടം നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ ഈ പുതിയ പ്രഖ്യാപനം. സെപ്റ്റംബർ 2 നടന്ന കപ്പൽ ആക്രമണം, വെനസ്വേലൻ ബോട്ടുകളുടെ നേർക്കുള്ള ആക്രമണമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അന്ന് യുഎസ് സൈന്യം ആദ്യം ഒരു കപ്പലിൽ ആക്രമണം, ഒരു ബോട്ടിൽ ആക്രമണം നടത്തിയ ശേഷം അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന് ധരിച്ചു. എന്നാൽ ജീവനോടെ രക്ഷപ്പെട്ടവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതേ ദിവസം തന്നെ രണ്ടാമത്തെ ആക്രമണവും യുഎസ് സൈന്യം നടത്തി. ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് താൻ ഈ രണ്ടാമത്തെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന ഒരു വിചിത്രമായ വാദമാണ് പറഞ്ഞത്. സംഭവ സമയത്ത് തൽസ്ഥിതി വിലയിരുത്തിയിരുന്ന ട്രംപിന്റെ യുദ്ധകാര്യ സെക്രട്ടറിയായ ഹെക്സത്ത് ആകട്ടെ താൻ ആദ്യ ആക്രമണം കണ്ട ശേഷം അടുത്ത മീറ്റിംഗിലേക്ക് പോയി എന്നും പിന്നീടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ് വാദിച്ചത്. ഇരട്ട ആക്രമണം നടത്തിയതിന്റെ കാരണം പോലും വിശദീകരിക്കാൻ ട്രംപും ഹെക്സത്തും പാടുപെടുമ്പോഴാണ് കടലിൽ നിന്ന് കരയുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള യുഎസിന്റെ പുതിയ ഭീഷണി ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ചാനൽ.